യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഗുഡ്നെസ് ടി വിയുടെ ബൈബിളിലെ സാമൂഹ്യ ദർശനം എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുകയും ചർച്ച കൊണ്ടുപോയി ചേരുന്നത് പുതിയ നിയമത്തിലെ സാമൂഹ്യ ദർശനത്തിൽ സ്ത്രീകളോടുള്ള സമീപനത്തെക്കുറിച്ചായിരുന്നു. നമ്മൾ അവിടെ കണ്ടു, യേശു തൻ്റെ ശുശ്രൂഷയിൽ സ്ത്രീകളെ ഒരുപാട് കൂട്ടിച്ചേർക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുന്നതായിട്ട്. ആദിമസഭയിലും സ്ത്രീകൾക്ക് അതിൻ്റേതായ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുകയും അംഗീകാരം ചെയ്യുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ആ എപ്പിസോഡ് അവസാനിപ്പിച്ചു. നമ്മൾ മറ്റൊരു വിഭാഗത്തിലുള്ള ആളുകളായിട്ട്, പ്രത്യേകിച്ച് ചുങ്കക്കാരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യൽ അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, നമ്മൾ കഴിഞ്ഞ തവണ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു നിർത്തി. നമ്മൾ ഈ പ്രാവശ്യം ചുങ്കക്കാരെ കുറിച്ച് പറയാൻ ആണെന്നാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ വിശേഷം ഒന്ന് ആരംഭിച്ചാലോ? ചുങ്കക്കാരെ കുറിച്ച്. യാഥാസ്ഥിതിക യഹൂദര് അവഗണിക്കുകയും അവജ്ഞയോടെ വീക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു വിഭാഗമാണ് ചുങ്കക്കാർ. ചുങ്കക്കാരെന്ന് പറയുമ്പോഴത്തേക്കും നികുതി പിരിക്കുന്നവർ, ചുങ്കം പിരിക്കുന്നവർ എന്നാണ് വിവക്ഷിക്കുന്നത്, അർത്ഥമാക്കുന്നത്. അപ്പോൾ അവരുടെ തൊഴിൽ നികുതി പിരിക്കുന്ന തൊഴിലാണ്. പ്രത്യേകിച്ച് ഈ ഇങ്ങനെ ഒരു വിഭാഗം രൂപം കൊണ്ടത് പലസ്തീനായിൽ റോമാക്കാർ പലസ്തീനയിൽ ഭരണം നടക്കുമ്പോഴാണ്. ഇവർ ഈ വിഭാഗം അത് യഹൂദരിൽ നിന്നുള്ളൊരു വിഭാഗമാണ്. അതായത് യഹൂദരിൽ നിന്ന് അവരെ ഭരിച്ചിരുന്ന റോമാക്കാർക്ക് വേണ്ടി നികുതി പിരിക്കുന്നവരാണ് ചുങ്കക്കാർ. അപ്പോൾ ഈ തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ധനികരുമാണ്. സാധാരണഗതിയിൽ ധനികരായിട്ടുള്ള ആളുകളാണ്. റോമക്കാർ അവരുടെ ഭരണച്ചെലവിനും ആർഭാട ജീവിതത്തിനുമായിട്ട് യഹൂദരിൽ നിന്നും പലതരത്തിൽ നികുതി പിരിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നികുതി പിരിക്കാനായിട്ട് യഹൂദരിൽ നിന്ന് തന്നെ ഏതാനും ആളുകളെ, കുറേ ആളുകളെ നിയമിച്ചിരുന്നു. ഈ ജോലിക്ക് വേണ്ടിയിട്ട് നിയമിക്കുകയാണ്. അപ്പോൾ ഇവർ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നിശ്ചിത കാലത്തേക്കാണ് ഇങ്ങനെ ഒരു ജോലി ഇവരെ ഏൽപ്പിക്കുന്നത്, നികുതി പിരിക്കുക എന്നുള്ളതാണ്. കോൺട്രാക്ട് കൊടുക്കാൻ ഒരു കോൺട്രാക്റ്റാണത്. അപ്പോൾ ഈ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിന് ഇത്രയും നികുതി കൊടുത്താൽ മതി എല്ലാ വർഷവും. പക്ഷെ ഇവർക്ക് നികുതി പിരിക്കാനായിട്ട് ഗവൺമെൻറ് നിയമിച്ചിട്ടുള്ള ആളുകൾക്ക് ചില സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ പിരിക്കാം. അവർ ആണ് നികുതി നിശ്ചയിക്കുന്നത്. അപ്പം ഇങ്ങനെ നികുതി നിശ്ചയിക്കുന്ന, അവരുടെ തീരുമാനമനുസരിച്ച്, ഇഷ്ടമനുസരിച്ച് നികുതി നിശ്ചയിക്കുന്നു. അപ്പോൾ ഈ നികുതി ഭാരം യഹൂദർ വഹിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഭാഗത്തെ എതിർക്കാനുള്ളൊരു കാരണം, പ്രധാന കാരണമെന്ന് പറയുന്നത്, ഒന്ന്, റോമാക്കാരുടെ ഭരണം, വിജാതീയരുടെ ഭരണം യഹൂദർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ അവർ വിജാതീയരാണ്, ഇവരെ ഇങ്ങനെ അടിച്ചമർത്തി ഭരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള വിജാതീയരെ, റോമാക്കാരെ സഹായിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് യഹൂദർ പൊതുവിൽ ഈ ചുങ്കക്കാരെന്ന് പറയുന്ന വിഭാഗത്തെ കരുതിയിരുന്നത്. അപ്പോൾ അവർ തങ്ങളുടെ തന്നെ ജനത്തെ ദ്രോഹിക്കുന്നവർ, രാജ്യദ്രോഹികൾ. പിന്നെ മാത്രമല്ല, അമിതമായിട്ടുള്ള നികുതി ഈടാക്കുന്നു. അമിതമായിട്ടുള്ള ഈ നികുതി ഈടാക്കിയിട്ട് ഒരു നിശ്ചിത തുക ഗവൺമെന്റിന് കൊടുക്കുന്നു. ബാക്കിയുള്ള തുക മുഴുവനും തങ്ങളുടെ സ്വത്തിനോട് ഇവർ ചേർത്ത് വെച്ചുകൊണ്ട് ധനികരായിത്തീരുന്നു.
അതുകൊണ്ട് ഇവരെ കണക്കാക്കിയിരിക്കുന്നത് കൊള്ളക്കാരായിട്ട്, കള്ളന്മാരുമായിട്ടാണ്. ഒന്ന് രാജ്യദ്രോഹികൾ ആയിട്ട് കണക്കാക്കുന്നു, കാരണം തങ്ങളുടെ ജനത്തെ വഞ്ചിക്കുന്ന ആളുകളാണ്. വിജാതിയരോട് കൂട്ടുകൂടുന്നു, വിജാതിയരെ സപ്പോർട്ട് ചെയ്യുന്നൊരു വിഭാഗം. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള നികുതി ഭാരം ചുമത്തി യഹൂദ ജനതയെ സമ്മർദ്ദത്തിലാക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. പിന്നെ യഹൂദരുമായിട്ട് വിജാതീയരുമായിട്ട് ഇവർ സമ്പർക്കം പുലർത്തിയതുകൊണ്ട് ഇവരെ അശുദ്ധരായിട്ട് കണക്കാക്കിയിരുന്നു ഈ ഒരു വിഭാഗത്തെ. അതുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും ഇവരെ മാറ്റി നിർത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവർക്ക് ചില അവകാശങ്ങൾ, മറ്റ് യഹൂദർക്കുള്ള അവകാശങ്ങൾ നിഷേധിച്ചിരുന്നു യഹൂദ സമുദായം തന്നെ. കാരണം ഇവർ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തി ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് ഉദാഹരണമായിട്ട് എന്തെല്ലാം അവകാശം? ഉദാഹരണമായിട്ട് യഹൂദ സമുദായത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനമൊന്നും വഹിക്കാനായിട്ട് ഇവരെ അനുവദിച്ചിരുന്നില്ല. രണ്ടാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ ഇവർ സാക്ഷികളായിട്ട് കടന്നു വരാനായിട്ട് ഇവരെ അനുവദിച്ചിരുന്നില്ല. കാരണം ഇവർ വഞ്ചന കാണിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് സത്യസന്ധരല്ല. രണ്ടാമത്തെ ഒരു കാര്യമാണ്. പിന്നെ ഇവരുമായിട്ട് ഭക്ഷണം മേടിക്കാനായിട്ട് യഹൂദരെ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ടേബിൾ ഫെലോഷിപ്പ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഇവരെ അപജ്ഞയോടെയാണ് സാധാരണ ജനം കണ്ടിരുന്നത് കാര്യമാണ്. അപ്പോൾ ഇവരിൽ നിന്നും അകന്ന് ജീവിക്കണം. മാത്രമല്ല ഈ ഫരിസേയരൊക്കെ ഈ സിനഗോഗിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇപ്പം സിനഗോഗിൽ പ്രവേശിക്കാൻ അനുവാദം നിഷേധിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവർ വരുന്നത് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ പലതരത്തിലും ഇവരെ അംഗീകരിക്കാതെ ഇവർക്ക് മറ്റ് യഹൂദർക്ക് ഉള്ള അവകാശങ്ങൾ നിഷേധിച്ചും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വിജാതിയരോട് സഹകരിച്ചിരിക്കുന്നത് കൊണ്ട് ഇവരിൽ നിന്നും അകന്ന് കഴിയണം എന്ന് ഈ റബ്ബിമാർ യഹൂദരെ നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കണമല്ലോ ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ചുങ്കക്കാരൻ ഏറ്റവും പുറകിൽ നിന്നിരുന്നു. അതെ, ഫരിസേയൻ മുമ്പിലും ചുങ്കക്കാരൻ പുറകിൽ. ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. ഇത്രയും ഒരു ഇതാണ്, ഇങ്ങനെയൊരു അവസ്ഥയാണ് ഈ യഹൂദ സമുദായത്തിൽ ഈ ചുങ്കക്കാർക്ക് നേരിടേണ്ടി വന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫരിസേയരൊന്നും ഇവരോടൊപ്പം ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നുള്ളതാണ്. യഹൂദരാണ് ഇവർ, പക്ഷേ എങ്കിലും ഇവരോടൊപ്പം ഭക്ഷണം കഴിച്ചിരുന്നില്ല. അപ്പം ഇങ്ങനെ മാറ്റി നിർത്തിയിരുന്ന, അവഗണിച്ചിരുന്ന, അവജ്ഞയോടെ വീക്ഷിച്ചിരുന്ന ഒരു സമൂഹത്തിലെ അംഗങ്ങളെയും യേശു ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പറഞ്ഞ പോലെ യൂണിവേഴ്സലിസം, സാർവത്രികത. യേശു എല്ലാവരെയും രക്ഷിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്ന അവിടെയാണ് വിശാലമായിട്ടുള്ളൊരു സാമൂഹ്യ ദർശനം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ ദർശനം. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക്, അവിടുത്തെ ഇതിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹവും, അതായത് ഇവരോടുള്ള സമീപനം സ്നേഹത്തോടെ, കരുണയോടെ, ആർദ്രതയോടെയുള്ള ഒരു സമീപനമായിരുന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. അവരോടുള്ള തുറന്ന സമീപനമായിരുന്നു. അപ്പോൾ അവരെ സ്വീകരിക്കുന്നു. ഉദാഹരണമായിട്ട് അവരോടും പ്രഘോഷിക്കുന്നു, ദൈവജനം അവരോടും പ്രഘോഷിക്കുന്നു എന്നുള്ളതാണ്. അവരോടും പ്രഘോഷിക്കുന്നു. ഇങ്ങനെ ചുങ്കക്കാരുടെ ഇടയിൽ അവിടുന്ന് പ്രവർത്തിക്കുന്നു, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, അവരെ ശിഷ്യത്വത്തിലേക്ക് സ്വീകരിക്കുന്നു. ഉദാഹരണമായിട്ട് യഹൂദരെ അപജ്ഞയോടുകൂടി വീക്ഷിക്കുകയും അവഗണിക്കുകയും ചെയ്തിരുന്ന വിഭാഗത്തിൽപ്പെട്ട, ചുങ്കക്കാരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് 12 പേരിൽ ഒരുവൻ, അപ്പസ്തോലന്മാരിൽ ഒരുവൻ, ലേവി. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ലേവിയെ വിളിക്കുന്ന, ചുങ്കക്കാരനായിട്ടുള്ള ലേവിയെ വിളിക്കുന്ന സംഭവത്തിൻ്റെ വിവരണമുണ്ട്, അല്ലേ? അതിൽ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 14 മുതലുള്ള വാക്യം. അവൻ കടന്നുപോയപ്പോൾ ഹൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക.
ശിഷ്യത്വത്തിലേക്ക് അവനെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം? അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. ഉം. അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യരുടെയും കൂടെ ഇരുന്നു. അതാണ്, അവൻ്റെയും ശിഷ്യരുടെയും കൂടെ ഇരുന്നു. ഭക്ഷണത്തിനിരിക്കുകയാണ്, വിളിക്കുന്നു, ഉം. നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യം കൂടി ചെയ്യുകയാണ്. അവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നു. ടേബിൾ ഫെലോഷിപ്പ്, ഊട്ടുമേശയ്ക്ക് ഒരുമിച്ചിരിക്കാനായിട്ട്, ഭക്ഷണമേശയ്ക്ക് ഒരുമിച്ചിരിക്കാനായിട്ട് അനുവദിച്ചിരുന്നില്ല. അപ്പോൾ അത് റബി എന്നോർത്താണ്. ഭക്ഷണമേശയ്ക്ക് ഇരിക്കുന്നു. അതോ കൂട്ടത്തിൽ ഇരിക്കുന്നവരാരൊക്കെയാണ്? അവർ പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ഭക്ഷണം കഴിക്കുന്നത് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വിമർശനത്തിന് വിധേയരാകുകയാണ്. അതായത് അവരുടെ പാരമ്പര്യത്തിനും നടപടിക്രമത്തിനും ഒക്കെ വിരുദ്ധമായിട്ട് ഉള്ളതാണ്. 16-ാമത്തെ വാക്യം നോക്കുക. അവൻ പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നത് എന്ത്? അപ്പോൾ ഈ ഒരു നടപടി അവർക്ക്, യഹൂദർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. വിമർശനത്തിന് വിധേയമാവുകയാണത് ഈ നടപടിക്രമം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യേശുവിനെ വിളിക്കുന്ന ഇവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് പറയുന്നത്. അപ്പം അവരെ വിളിക്കുന്നു, അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വിമർശനത്തിന് വിധേയമാകാണ്. പക്ഷെ യേശുക്രിസ്തുവിൻ്റെ സമീപനം അതിങ്ങനെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസത്തിന് കാരണമാവുകയാണ്. അവിടുത്തെ പക്കലേക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി അവർ കടന്നു വരികയാണ്, ഈ വിഭാഗത്തിൽപ്പെട്ടവർ. ഉദാഹരണമായിട്ട് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ ഒരു 3 ഉപമകൾ കാണാം. ഒന്നിന് പുറകെ ഒന്നായിട്ട് 3 ഉപമകൾ. ഈ ഉപമകൾ പറയാനായിട്ട് കർത്താവിനെ പ്രേരിപ്പിച്ചൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം 15-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ ഈ ഉപമകൾ പറയാനായിട്ടുള്ള പ്രേരിപ്പിച്ച പശ്ചാത്തലമാണ്. അതായത് ഒന്ന് വായിക്കാവോ? ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. അതാണ് പശ്ചാത്തലം. അതായത് യേശുക്രിസ്തുവിൻ്റെ വാക്ക് കേൾക്കാനായിട്ട് ചുങ്കക്കാരും പാപികളും വരികയാണ്. അവർ വരികയാണ്. അപ്പം അവർ കർത്താവിനെ കേൾക്കാനായിട്ട് മനസ്സ് കാണിക്കുന്ന ഒരു വിഭാഗമാണ് കേൾക്കുന്നത്. എന്നിട്ട് മറ്റുള്ള പ്രതികരണം, ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവർ പിറുപിറുക്കുകയാണ്. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പം അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുന്നു എന്നാണ്, പാപികളെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം പാപികൾ സ്വാതന്ത്ര്യത്തോടു കൂടി ക്രിസ്തുവിൻ്റെ പക്കലേക്ക് കടന്നു വരികയാണ്. അതുപോലെ ദൈവവചനത്തോട് ഇവർ മാറ്റി നിർത്തപ്പെട്ട ഈ വിഭാഗമാണ് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നൊരു കാര്യം. ദൈവവചനത്തോട് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ചുങ്കക്കാരനായിട്ടുള്ള സക്കേവുസ്, ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു. തീർച്ചയായിട്ടും ചുങ്കക്കാരും മഹാഭൂരിപക്ഷവും ധനികരായിരുന്നുള്ളതാണ്. അപ്പം യേശുക്രിസ്തുവിൻ്റെ വാക്ക് കേൾക്കാനായിട്ട് യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. നോക്കണം, അവൻ്റെ അദമ്യമായിട്ടുള്ള ആഗ്രഹമാണ്. ആഗ്രഹിക്കുക മാത്രമല്ല, അതിനുള്ള വഴി നോക്കി കാണാനായിട്ട് അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യാണ്. എന്നിട്ട് ആ മനുഷ്യനോട് കർത്താവ് പറയാണ്, ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവരോടൊപ്പം വസിക്കുകയാണ്. അപ്പം അവരെന്നെ ഈ ഫരിസേയർ ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് കേട്ടപ്പോഴത്തേക്ക് ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായിട്ട് വസിക്കുന്നല്ലോ എന്ന് പറയാണ്. അതിഥിയായിട്ട് വസിക്കുന്നല്ലോ എന്ന് പറയാണ്. അപ്പം ഇങ്ങനെ പിറുപിറുക്കുന്ന അവസരങ്ങൾ നിരവധിയാണ് ഈ ചുങ്കക്കാരോടുള്ള. അപ്പം അവർ കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ആരോഗ്യമുള്ളവർക്കല്ല, ഒരു വെളിപ്പെടുത്തലുണ്ട്. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം.
ഞാൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പാപികളെന്ന് മുദ്ര കുത്തുന്ന ആളുകൾ, അവരെ തേടിയാണ് താൻ വന്നിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ അനുകൂലമായിട്ടുള്ള മറുപടി തന്നെ, പ്രതികരണം തന്നെ നോക്കുക. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, സക്യൂസ് പറയുന്നത്, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നുള്ള ഒരു കാര്യമാണ്. ഒരു റിപ്പൻറ്റൻസിന്, പശ്ചാത്താപത്തിന്, ആ പശ്ചാത്താപം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുന്നതിലേക്ക് നയിക്കുന്ന ഒരു കണ്ടുമുട്ടലാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതിൻ്റെ അവസാനം, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറയാം. അപ്പം രക്ഷ, യഹൂദരെ രക്ഷയില്ലെന്ന് കരുതുന്ന വിഭാഗത്തിനും സംഭവിക്കുകയാണ്. അപ്പം ഇത് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം നോക്കുമ്പോഴത്തേക്ക് ഇവരെ മാതൃകകളായിട്ട് ചിത്രീകരിക്കുകയാണ് കർത്താവ് തന്നെ. ഉദാഹരണമായിട്ട് ലൂക്കായുടെ സുവിശേഷം, പരിസയന്റെ ചുങ്കക്കാരൻ്റെയും ഉപമ നമ്മൾ കാണുന്നുണ്ട്. ആരാണ് നീതീകരിക്കപ്പെട്ടു പോകുന്നതെന്ന് പറയാണ്. നീതീകരിക്കപ്പെടുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന പരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയാണ്. അപ്പോൾ രണ്ടുപേരുടെ സമീപനം നോക്കുക. പരിസയൻ്റെ സമീപനം, മനോഭാവം ചുങ്കക്കാരൻ്റെ മനോഭാവമാണ്. സ്വയം നീതീകരിക്കുകയാണ്. ദൈവസന്നദ്ധയിൽ തനിക്ക് നീതീകരണത്തിന് അവകാശമുണ്ട് എന്ന് പറയാണ്. താൻ ഇന്നതൊക്കെ ചെയ്യുന്നു, എല്ലാം തികഞ്ഞവനാണ്. അതെ, എല്ലാം തികഞ്ഞവനാണ്. എല്ലാം തികഞ്ഞവനെന്ന് മാത്രമല്ല, മറ്റുള്ളവനെ പുച്ഛിക്കുകയും ചെയ്യുകയാണ്. എന്നാണ്, തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. അതാണ്, മറ്റുള്ളവരെ പുച്ഛിക്കുന്നു. അപ്പം ഈ ചുങ്കക്കാർ അവഗണിക്കപ്പെട്ട ഒരു ജനം, മറ്റുള്ളവർ ഈ യാഥാസ്ഥിതിക യഹൂദരെ പുച്ഛിക്കുന്ന ഒരു വിഭാഗം, അവരെ നോക്കിക്കൊണ്ടാണ് ഈ ഉപമ പറഞ്ഞത്. അപ്പം ഇവിടെയും ഈ ഫരിസയൻ ചുങ്കക്കാരനെ പുച്ഛിക്കുകയാണ്. എങ്ങനെയാണ്? താരതമ്യപ്പെടുത്തിയാണ്. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. അവഗണിക്കുന്ന, എന്നിട്ട് അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയാണ്. നല്ല കാര്യങ്ങളെന്ന് അയാൾ കരുതുന്നൊരു കാര്യം. പക്ഷേ ചുങ്കക്കാരൻ്റെ മനോഭാവം നോക്കുക. അവൻ്റെ മനോഭാവം, ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായി എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അവൻ വിനീതനായി, അവൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയെക്കുറിച്ചുള്ളൊരു ബോധ്യമുണ്ടെന്നുള്ളതാണ്. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവനാണ് ഈ ചുങ്കക്കാരൻ എന്ന് പറയുന്നത്. അവനൊരു മാതൃകയായിട്ട് ഈ വായനക്കാരൻ്റെ മുമ്പിൽ സുവിശേഷകൻ അവതരിപ്പിക്കുകയാണ് ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരിക, യേശുക്രിസ്തുവിൻ്റെ സമീപനം ഉള്ളതാണ്. അവഗണിക്കപ്പെട്ട ഈ വിഭാഗത്തെ ഉയർത്തുന്ന ഒരു സമീപനമാണ്. അപ്പം പാപികളെന്ന് മറ്റുള്ളവർ വിളിക്കുന്ന ഈ വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് താൻ വന്നിരിക്കുന്നതെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. നീതീകരണം. അപ്പം ഇത് വെളിപ്പെടുത്തുന്നത് റാഡിക്കൽ ലവ് ആണ്. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന സ്നേഹം, ആരെയും മാറ്റി നിർത്താത്ത സ്നേഹമാണ്. അതിൽ ഓർമ്മിപ്പിക്കുന്നത് കരുണയാണ്. ദൈവത്തിൻ്റെ കരുണ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്നേഹമാണ്. അപ്പോൾ നമുക്ക് ഈ ഇതുപോലെയുള്ള സംഭവങ്ങൾ, കാര്യങ്ങൾ, ചുങ്കക്കാരോടുള്ള യേശുക്രിസ്തുവിൻ്റെ സമീപനം, അത് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്കൊക്കെ ചിന്തിക്കുന്നില്ല, ചിലപ്പോൾ ചില ആളുകളേക്ക് ഇങ്ങനെ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ചില സാഹചര്യങ്ങളിൽ ചിലപ്പെട്ട് ഒരു വ്യക്തി ഒരു ആത്മഹത്യ ചെയ്തു. ഒരു കുടുംബത്തിൽ പക്ഷേ എന്തെങ്കിലും നമുക്കറിയില്ല എന്ത് സാഹചര്യം കൊണ്ടാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിനെ ഈ രീതിയിൽ അവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഒരു വേർതിരിച്ച് നിർത്തുന്നൊരു അനുഭവം ചിലപ്പോഴൊക്കെ പലരെയും നമ്മൾ ഇനിയിപ്പോൾ അടുത്ത പാപികളെ കുറിച്ചാണ്. അങ്ങനെ ഒരു വിഭാഗമുണ്ട്, പാപികൾ എന്ന് പറയുന്നൊരു വിഭാഗം. അപ്പം ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞുകൊണ്ട് ആളുകളെ മാറ്റി നിർത്തുന്ന, സാറ് മുമ്പ് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഒരു ആത്മഹത്യ, ഒരു കുടുംബത്തിലൊരാൾ ആത്മഹത്യ ചെയ്തു.
അതിൻ്റെ പേരിൽ ആ കുടുംബാംഗങ്ങൾ സമൂഹത്തിൽ നിന്ന് പണ്ട് മാറ്റി നിർത്തിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്രയില്ല. പണ്ടെന്നൊക്കെ പറയുന്ന അവർക്കുള്ള ഈ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത സിമിത്തേരി പോലും അവരെ കുഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു സിമിത്തേരിയിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥാനമായിരുന്നു, ഒരു സ്ഥലം ഉണ്ടായിരുന്നു, തെമ്മാടിക്കുഴി, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഒരു ഇതാണ്. പക്ഷെ ഇന്നിപ്പം കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇതെല്ലാം അതിൻ്റെ മനഃശാസ്ത്രപരമായിട്ട് കാര്യങ്ങൾ കാണുകയും ഒക്കെ. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഏറ്റവും അവന് പ്രിയപ്പെട്ട അവൻ്റെ ജീവന് അവൻ സ്വയം എടുക്കാനായിട്ട് തീരുമാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത്രയും വലിയ സംഘർഷത്തിലൂടെ ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാര വിചാരങ്ങൾ എന്തെന്നുള്ളത് അവന് മാത്രമേ വ്യക്തമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഒരുപക്ഷെ അവന് ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ചെയ്യുന്നതായിരിക്കാം ഒരു കാര്യത്തെക്കുറിച്ച്. അതായത് ഒരു ഇതില്ലാതെ ഒരിക്കലും ചിലപ്പം അതിൻ്റെ പിന്നിൽ ചില മാനസിക വ്യാപാരങ്ങൾ, മാനസികമായിട്ടുള്ള ചില ഇതിൻ്റെ ബ്രെയിനിൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകൾ കാണാം. അതിൻ്റെ കെമിക്കൽ ആക്ഷൻ്റെ കൊണ്ട് ചിലപ്പോൾ സംഭവിക്കുന്നതായിരിക്കാം, ചിലപ്പോഴും നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് അവന് ഉത്തരവാദിത്വം കണ്ടെന്ന് വരികയല്ല അതിലെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ. അപ്പം പറഞ്ഞു വരിക, പണ്ട് അങ്ങനെ നമ്മൾ മാറ്റി നിർത്തിയിരുന്നു. അതിൻ്റെ പേരിൽ കുടുംബാംഗങ്ങൾ, മരണപ്പെട്ട മനുഷ്യൻ്റെ കുടുംബാംഗങ്ങൾ ഒരുപാട് വേദനിക്കും. അപ്പോൾ അവൻ്റെ ജീവിച്ചിരുന്ന അവൻ്റെ കുടുംബാംഗങ്ങൾ എന്ന് പറയും പിന്നീട് ആ തലമുറയും വരുന്ന തലമുറയും, ഒരു തലമുറ മാത്രമല്ല, പിന്നീട് വരുന്ന തലമുറയും ഇതിൻ്റെ പേരിലൊക്കെ സഹിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊന്നും ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തുന്ന അതല്ല സമീപനം. അപ്പോൾ നമ്മൾ പാപികളെക്കുറിച്ച് അടുത്ത സെഷനിൽ സംസാരിക്കുന്ന സമയത്ത് അതേക്കുറിച്ച് നമുക്ക് അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മാറ്റി നിർത്തുന്നതല്ല, ഇത് ഒരു ക്രൈസ്തവൻ്റെ സമീപനമായിരിക്കണം, ആരെയും മാറ്റി നിർത്താത്ത സമീപനം. ഞാൻ ഈ അടുത്ത കുറച്ച് നാൾക്ക് മുമ്പ് ഉണ്ടായ ഞാൻ പറയാൻ കാരണം കുറച്ച് നാൾക്കുണ്ടായ ഒരു അനുഭവം ആണ്. അത് പത്രത്തിലൊക്കെ വന്നൊരു കേസാണിത്. ഒരു അനേക വർഷങ്ങൾ ജയിൽ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്നൊരു സഹോദരനാണ്. ഒരു 20 കൊല്ലത്തിലധികമായിട്ട് കേരളത്തിലെ പല ജയിലുകളിലൊക്കെ പോയി അവരെ കൗൺസിലിംഗ് നടത്തുകയും പ്രാർത്ഥനയിൽ സഹായിക്കുകയും ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകുന്നതാണ്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഭയങ്കര ഷോക്കാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തെ അറിയാം. പക്ഷെ അത് സമൂഹം പലപ്പോഴും അതിനെ ഒരു ക്രിറ്റിക്കലായിട്ട് കണ്ടിരുന്നത്. പക്ഷെ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ ഇയാൾക്ക്. ആ മകളൊരു ഹൈന്ദവ യുവാവിൻ്റെ കൂടെ പോയി കല്യാണം കഴിച്ചു. പിന്നീട് അയാളുടെ ഭാര്യ അതിനെ അനുകൂലിച്ചു. പിന്നെ ഇയാൾ ഒറ്റപ്പെട്ടൊരു അനുഭവമായി. അങ്ങനെ ഒരു മാനസിക സംഘർഷത്തിൽ ആണ് ഈ മനുഷ്യൻ. അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. ഞാനിത് പറഞ്ഞത് ഇതുപോലെ ചിലപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് പലപ്പോഴും നമുക്ക് അറിയില്ല. പക്ഷെ അത് സമൂഹം പലപ്പോഴും അങ്ങനെയുള്ള കാണാൻ പറ്റുന്നില്ല. മനുഷ്യന്റെ മനസ്സിന്റെ വ്യാപാരങ്ങൾ അറിയാതെ തന്നെയാണ്, മനുഷ്യരെ മനസ്സിലാക്കാതെ തന്നെയാണ് നമ്മൾ മറ്റു മനുഷ്യരെ പലപ്പോഴും വിധിക്കുന്നതെന്നൊക്കെ പറയുന്നത്. മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കുന്ന ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ആരെയും വിധിക്കരുത്, വിധിക്കപ്പെടാതിരിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കള പറിക്കുന്ന ജോലി നിങ്ങൾക്ക് ഉള്ളതല്ല എന്ന് ശിഷ്യന്മാരെ കർത്താവ് തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ കാര്യത്തെക്കുറിച്ച്. കള അവിടെ നിൽക്കട്ടെ. അതെ. അപ്പം ദുഷ്ടന്മാരുടെ മേലും ശിഷ്യന്മാരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്ന ദൈവമാണ്, എല്ലാവരെയും സ്വീകരിക്കുന്ന ദൈവം. നമ്മുടെ സമയം അവസാനിക്കാറായി കാണും. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിലെ സാമൂഹിക ദർശനത്തിൽ യഹൂദരെ അവഗണിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ചുങ്കക്കാർ. ആ ചുങ്കക്കാരോട് യേശുവിൻ്റെ സമീപനം എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. വളരെ വിശാലമായ ഒരു മനോഭാവത്തോടുകൂടിയാണ് യേശു അവരെ ഉൾക്കൊണ്ടിരുന്നത്. ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ബൈബിളിലെ സാമൂഹ്യ ദർശനം, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 6803009.
മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.